സിനിമയിൽ വന്ന് പണവും പ്രശസ്തിയും നേടിക്കഴിഞ്ഞാൽ ചിലർ വന്ന വഴി മറക്കും. അവർ പിന്നിട്ട വഴികളെക്കുറിച്ച് ഒന്ന് പറഞ്ഞു പോയാൽ പറയുന്ന വ്യക്തി അവരുടെ ആജന്മ ശത്രുക്കളാവും. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വന്ന വഴി മറക്കാതെ മഹാപ്രതിഭയായിരുന്നു കലാഭവൻ മണി. മലയാള സിനിമയിലെ വിപ്ലവമായിരുന്നു കലാഭവൻ മണി. ഒരു നടനായി മാത്രമല്ല നല്ലൊരു മനുഷ്യനായി ജീവിച്ചും ജനങ്ങളിലെ പ്രിയപ്പെട്ടവനായി. കുട്ടിക്കാലത്ത് ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയ അനുഭവത്തെ അദ്ദേഹം ഒരിക്കലും സഹതാപമാക്കാൻ തുനിഞ്ഞിട്ടില്ല. പകരം പ്രതികൂല സാഹചര്യങ്ങൾക്ക് എതിരെ പൊരുതുവാനുള്ള ഊർജമാക്കി അദ്ദേഹം അതിനെ മാറ്റി. നാടിനെയും നാട്ടുകാരെയും സ്നേഹിച്ചും പലരെയും സഹായിച്ചും സംരക്ഷിച്ചും ജനഹൃദയങ്ങളിൽ സ്ഥാനം ഉറപ്പിച്ചു. ചോക്ലേറ്റ് നായകന്മാർ സ്വന്തമാക്കി വെച്ചിരുന്ന നായക സങ്കല്പങ്ങളെ തകർത്ത് എറിഞ്ഞുകൊണ്ടാണ് കലാഭവൻ മണി എന്ന താരം കാണികളിൽ വിസ്മയം ജനിപ്പിച്ചത്. വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമ മാത്രം മതി കലാഭവൻ മണി എന്ന കലാകാരനെ അടയാളപ്പെടുത്താൻ. തന്റെ അസാമാന്യ പ്രതിഭ കൊണ്ട് മലയാളത്തിൽ മാത്രമല്ല തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലേക്ക് മണിയുടെ നടന വൈഭവം കടന്നു ചെന്നിരുന്നു. ഒറ്റയ്ക്ക് പടപൊരുതി അദ്ദേഹം നേടിയതാണ് ജീവിതത്തിൽ ലഭിച്ച എല്ലാ സൗഭാഗ്യങ്ങളും. ഇപ്പോൾ ഇതാ കലാഭവൻ മണിയും പുതുതലമുറയിലെ ദുൽഖർ അടക്കമുള്ള താരങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് സംവിധായകൻ ആലപ്പി അഷ്റഫ് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. അഷ്റഫിന്റെ വാക്കുകളിലൂടെ നമുക്ക് കടന്നു പോകാം. ദുൽഖർ സൽമാൻ, ഫഹദ് ഫാസിൽ, പ്രണവ് മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയവരെല്ലാം വായിലെ സ്വർണ്ണക്കരണ്ടിയുമായി പിറന്നു വീണവരാണ്. അവർക്ക് സിനിമയിലേക്കുള്ള കടന്നുവരവ് വളരെ കടമ്പയൊന്നുമായിരുന്നില്ല. ഇവരുടെയൊക്കെ വരവിനു പിന്നിൽ സിനിമാ പാരമ്പര്യവും പണവും സ്വാധീനവും ഫാൻസും കൂടാതെ നിരവധി ആൾക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. ഇവരാരും തന്നെ സമൂഹത്തിന്റെ അടിത്തട്ടിൽ കിടന്നവരെ സഹായിച്ച് അവരെക്കുറിച്ച് ധാരണയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സമൂഹത്തിനു വേണ്ടി വളരെ നന്മകളൊന്നും ചെയ്യണമെന്ന് തോന്നുന്നുമില്ല. കാരണം അവർ ജനിച്ചു വളർന്ന ചുറ്റുപാടുകൾ അവരെ അത്തരത്തിലാകും സ്വീകരിച്ചിട്ടുണ്ടാവുക. കലാഭവൻ മണി എപ്പോഴും തന്റെ ജന്മനാടിനെയും അവിടുത്തെ നാട്ടുകാരെയും ചേർന്ന് നിന്ന വ്യക്തിയാണ്. ചാലക്കുടി പുഴ സംരക്ഷിക്കുന്നതിനുള്ള പ്രതിഷേധത്തിൽ വരെ അദ്ദേഹം പങ്കെടുത്തിരുന്നു. പഠിച്ച സ്കൂൾ വിപുലീകരിക്കാൻ അദ്ദേഹം ഒരു തുക സംഭാവനയായി നൽകിയിട്ടുമുണ്ട്. കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യത്തിന്റെ നല്ലൊരു ഭാഗം പാവങ്ങൾക്കായി ചിലവഴിച്ചു. വിശപ്പിന്റെ വില അറിഞ്ഞ ആളാണ്. ഈയിടെ ദുൽഖർ സൽമാൻ പറയുകയുണ്ടായി, കുട്ടികളുടെ ആനിമേഷൻ സിനിമയായ ലയൺ കിങ്ങിലെ മുസാഫ മരിക്കുന്ന രംഗം കണ്ട് അദ്ദേഹം കരഞ്ഞു എന്ന്.